നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഭരണി നക്ഷത്രത്തിന്റെ തിരുവോണ വർഷ ഫലമാണ്. 2026 വർഷം ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് അവസാനം വരെയുള്ള ഫലമാണ് പറയുന്നത്. ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് മേടം രാശിയിലുള്ള നക്ഷത്രമാണ്. അധിപൻ ശുക്രനാണ്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് സുഖവും പരീക്ഷണവും ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ്. 2026 2027 ശനി മീനത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്, 12ലാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാഴം കന്നി തുലാത്തിൽ 6, 7 സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭരണി നക്ഷത്രക്കാരുടെ രാഹു കുംഭത്തിൽ 11ലും നിൽക്കുന്ന ഒരു സമയമാണ്. ഇത് ഭരണിക്ക് വളരെയധികം നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മളുടെ കരിയറിനെ കുറിച്ച് അല്ലെങ്കിൽ ഉദ്യോഗം, തൊഴിൽ, നമ്മളുടെ ബിസിനസ് പരമായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കി പോകാവുന്നതാണ്. കലാപരമായിട്ടും ബ്യൂട്ടി അല്ലെങ്കിൽ ഹോട്ടൽ ബിസിനസ് അല്ലെങ്കിൽ ഹോട്ടൽ ജീവനക്കാര്, ഈവന്റ് മാനേജ്മെന്റ്, മീഡിയ, ഈ മേഖലകളിലൊക്കെ ഉള്ളവർക്ക് സുവർണകാലമാണ്. കൃഷി സംബന്ധമായിട്ട് നോക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ്. 2026 ഓഗസ്റ്റിലും ഡിസംബറിലും നിങ്ങൾക്ക് ജോലിയിലൊക്കെ അംഗീകാരം തേടി വരുന്നതാണ്. സ്ത്രീകളുടെ സഹായം കൊണ്ട് പ്രമോഷൻ ലഭിക്കുന്നതാണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമാകുന്ന ഫലമാണ്, പൊതുഫലമാണ്. 2027 ജനുവരിയിലും ഏപ്രിലും ശനി 12ലായതിനാല് ജോലിഭാരം സ്വല്പം വർദ്ധിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. രഹസ്യമായിട്ട് ശത്രുക്കളുടെ ചില നീക്കങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പേപ്പർ വർക്കുകളും ഒപ്പിടുന്ന കാര്യങ്ങളൊക്കെ ജോലിപരമായിട്ടും അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടും ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഈ ബിസിനസ്സുകാരൊക്കെ ഈ വർഷം പുതിയ ബ്രാഞ്ചുകളും പാർട്ണർഷിപ്പും ഒക്കെ തുടങ്ങാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ കോൺട്രാക്ട് ഒക്കെ വളരെയധികം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒപ്പിടാവുള്ളൂ. ഇതിന് നമ്മൾ പറയുന്ന ഒരു കാര്യം, ധൃതി വെച്ച് നിങ്ങൾ ഒരു തീരുമാനവും എടുക്കരുത്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് വളരെ ആലോചിച്ചൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ചെറിയ സുഖത്തിന് വേണ്ടിയിട്ട് ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒന്നും മാറ്റി നിർത്തരുത്. അത് നിങ്ങൾക്ക് ദോഷകരമായിട്ട് ഭാവിക്കുന്നതാണ്. ഇനിയും ഈ ഭരണി നക്ഷത്രക്കാരുടെ ഈ ഒരു വർഷത്തെ ധനപരമായിട്ടുള്ള മുന്നേറ്റം, സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റം നോക്കുകയാണെങ്കിൽ വരുമാനം കൂടുന്നതാണ്. ശുക്രന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ള ഒരു സമയമാണ്. ഒന്നിലധികം വഴികളിൽ നിന്ന് നിങ്ങൾക്ക് പണം വന്നു ചേരുന്നതാണ്. പക്ഷെങ്കിൽ ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശനി 12ലാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. ആയതിനാൽ പണം, ആഡംബരം, ചികിത്സ, യാത്ര എന്നിവയ്ക്കൊക്കെ നിങ്ങൾ അമിതമായിട്ട് ചെലവഴിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കൈകാര്യം ചെയ്യുന്ന പണം വരുമെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന രീതി മൂലം നിങ്ങൾക്ക് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. 2026 നവംബറിലും 2027 മാർച്ചിലും നിങ്ങൾക്ക് വലിയ ധനലാഭവും ലോട്ടറി ലാഭവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് മൂലം നിങ്ങൾ ഒരുപാട് പണം ചെലവാക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വളരെയധികം പണം വരുമ്പോൾ നിങ്ങൾ ധാരാളിത്തം കാണിക്കുന്നതായിട്ട് ഒരു രീതി ഇവിടെ കാണുന്നുണ്ട്. അത് പാടില്ല. നിങ്ങൾക്ക് ഈ 2027 മെയ് മാസം മുതൽ ജൂലൈ മാസം വരെ വസ്തു, വാഹനം, വീട്, സ്വർണമൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രണയത്തിന് ഏറ്റവും നല്ല ഒരു വർഷമായിട്ടാണ് 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെ കാണുന്നത്. ശുക്രൻ ശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയമാണ്. പുതിയ പ്രണയമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് 2026 സെപ്റ്റംബർ, നവംബർ, ഏപ്രിൽ, ജൂൺ ഈ സമയങ്ങളിൽ വിവാഹമാകാതിരുന്നവരുടെ, ഏപ്രിൽ, ജൂൺ എന്ന് പറയുന്നത് 2027 ആണ്. ഈ സമയങ്ങളിൽ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ സമയങ്ങളിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അസൂയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ആളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു സാഹചര്യവും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വർഷം മറ്റൊരു കാര്യം കൂടി നിങ്ങൾ കുടുംബകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബത്തിലെ സ്ത്രീകളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം വരും.
നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ ചിന്തിച്ച് സംസാരിക്കുക എന്നാണ് ഇതിന് പറയേണ്ടത്. ഈ വർഷം ഒരുപാട് കാലമായിട്ട് സന്തതികളില്ലാതിരുന്ന ദമ്പതിമാർക്കൊക്കെ സന്തതികൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. കിഡ്നി, ഷുഗർ, BP അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയേറെയാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട 2027 ജനുവരി മാസവും മാർച്ച് മാസവും ചെറിയ അപകട സാധ്യതയൊക്കെ ഉണ്ട്. അത് യാത്രയിലെ ശ്രദ്ധയൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ്. ശസ്ത്രക്രിയയൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ്. ആശുപത്രി സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ 2027 ജനുവരിയിലും മാർച്ചിലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. രാത്രിയിലെ ഉറക്കമൊക്കെ കുറയ്ക്കുന്നത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. മധുരവും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ജനുവരി മാർച്ച് മാസത്തിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ 10 മടങ്ങ് കൂടുന്നതാണ്. അത് വളരെയധികം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു അത്യാഗ്രഹത്തിനും വഴിയൊരുക്കുന്നുണ്ട്. ഇതിനെ കടിഞ്ഞാണിട്ട് നിർത്തുക എന്നുള്ളതാണ്. സ്നേഹവും വാശിയും ഒക്കെ കൂടുന്നതാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ദേഷ്യവും കൂടുന്നുണ്ട്. രണ്ടും ഒരുപോലെ വരുന്ന ഒരു സമയമാണ് ഈ 2026-2027 വർഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 2026-2027 വർഷം എന്ന് പറയുന്നത്. യമന്റെ നക്ഷത്രമാണ് ഈ ഭരണി നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തില് നിങ്ങൾ ചിന്തിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള ഒരു പ്രധാന ഘട്ടങ്ങളുണ്ട്. അതായത് 2026 ഓഗസ്റ്റ് മാസത്തിലും ഒക്ടോബർ മാസത്തിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്ന ധനം, പ്രണയം, ആഘോഷങ്ങൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2 മാസങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2026 നവംബർ മാസവും 2027 ജനുവരി മാസവും വളരെയധികം ചെലവ് വർദ്ധിക്കുവാനും ജോലിഭാരം കൂടുവാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ഷമയുടെ അങ്ങേയറ്റം കാണുന്ന ഒരു സമയമായിരിക്കും ഇത്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ വിജയം ഉണ്ടാവുന്നതാണ്. 2027 ഫെബ്രുവരി മാസത്തിലും ഏപ്രിൽ മാസത്തിലും വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലീകരിക്കാൻ പറ്റിയൊരു അവസരമാണ്. വിദേശ യാത്രയൊക്കെ നടത്താൻ പറ്റുന്നതാണ്. വിദേശത്തു നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇത് ലഭിക്കുന്നതാണ്. പുതിയ പുതിയ അവസരങ്ങൾ ഈ 2 മാസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 2027 മെയ് മാസവും ഓഗസ്റ്റ് മാസവും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥിരത ഉണ്ടാവുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. വസ്തുക്കളൊക്കെ വാങ്ങാനൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഭരണി നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ടത് ദുർഗാദേവിയോ ലക്ഷ്മി ദേവിയോ പാർവതി ദേവിയോ യമനെയോ നിങ്ങൾ കൃത്യമായിട്ട് പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവരുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച വ്രതം ഈ ഭരണി നക്ഷത്രക്കാരെടുക്കുന്നത് വളരെ നല്ലതാണ്. വെള്ള വസ്ത്രം അല്ലെങ്കിൽ പിങ്ക് വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ്. കൂടാതെ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഓം ശും ശുക്രായ നമ എന്ന മന്ത്രം 108 തവണ നിങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ജപിക്കുമ്പോൾ ചെറിയ ശബ്ദത്തിൽ ജപിക്കാൻ ശ്രമിക്കുക. 108 തവണ നിങ്ങൾക്ക് ഏകാഗ്രമായിട്ട് ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കുക. ഈ മന്ത്രം അല്ലെങ്കിൽ ഓം ദുർഗായേ നമ എന്ന മന്ത്രം ജപിച്ചാലും മതിയാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൂടി ഈ വർഷം വരുന്നുണ്ട്. നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ അത് പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓൺലൈൻ ഫ്രോഡ്, അതായത് ഓൺലൈൻ പരമായിട്ടുള്ള തട്ടിപ്പുകൾ നടത്തുന്നതൊക്കെ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായിട്ടുള്ള മദ്യപാനം, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, ഈ 2 കാര്യങ്ങളൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ മദ്യപാനം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉൾപ്പെടുന്നതാണ്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ 2027 ജനുവരി മാർച്ചിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോർട്ട് കേസ്, അപകടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ
ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രം, പൂരം നക്ഷത്രം, മൂലം നക്ഷത്രം, രേവതി നക്ഷത്രം. ഈ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ, ഡേറ്റുകളൊക്കെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ അശ്വതി, കാർത്തിക, ചിത്തിര എന്നീ ദിവസങ്ങളാണ്. നിങ്ങളുടെ ഈ 2026, 2027 ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ധനം ഒരുപാടായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിവാഹം, പ്രണയമൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. പക്ഷേ അതിന്റെ കൂടെ ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെലവ് ചുരുക്കാനും നിങ്ങൾ ശ്രമിക്കുക. ക്ഷമയും ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് അതിര് കടക്കാതെ പോവുകയാണെങ്കിൽ ഈ വർഷം ഭരണിക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു വർഷങ്ങളിൽ ഒന്നായി മാറുന്നതാണ് തീർച്ചയായിട്ടും. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ സ്വീകരിക്കാവുന്ന ഫലമാണ്. എന്നിരുന്നാലും ജന്മസമയമനുസരിച്ച് ഇതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.